കാസർഗോഡ് മൊഗ്രാൽ അബ്ദുൾ സലാം വധക്കേസിൽ 6 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ. അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. 2 പ്രതികളെ വെറുതെ വിട്ടു. വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് കോടതിയിൽ നിന്നും ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. 6 പ്രതികൾക്കും ജീവപര്യന്തമെന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് വരുന്നത്. അബ്ദുൾ സലാമിന്റെ കഴുത്തറുത്ത കൊല നടത്തിയ പൈശാചികമായ ഒരു കൊലപാതകമാണ് നടന്നത്. കെ വി ബൈജു ചേരുന്നു. ബൈജു, എന്താണ് കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങൾ? പ്രധാനമായും 6 പ്രതികളെയും ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നതിനാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതായത് കുമ്പള ബദരിയ നഗറിലെ അബൂബക്കർ സിദ്ദിഖാണ് ഇതിൽ 1-ാം പ്രതി. പേരാൽ സ്വദേശികളായ ഒമർ ഫാറൂഖ്, നിയാസ്, പെർവാഡിലെ സഹീർ, ആരിക്കാടി ബംബ്രാണിയിലെ ഹരീഷ്, മൊഗ്രാൽ മാളിയങ്കര കോട്ടയിലെ ലത്തീഫ്, ഇങ്ങനെ 6 പ്രതികൾക്കും ജീവപര്യന്തം തടവും അതുപോലെ തന്നെ ഓരോ ആള് വീതം 1.5 ലക്ഷം രൂപ വീതം ഈ കൊല്ലപ്പെട്ട കുടുംബത്തിന് കൊടുക്കണം. അത്തരത്തിൽ ഒരു വിധിയാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം സജീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊലപാതകം അങ്ങേയറ്റം പൈശാചികമായ ഒരു കൊലപാതകമായിരുന്നു. ഇവർ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതിനു ശേഷം ആ കഴുത്ത് ഇത്തരത്തിൽ മൈതാനത്ത് തട്ടിക്കളിച്ച്, പന്ത് പോലെ തട്ടിക്കളിച്ച്, അത് പ്രോസിക്യൂഷൻ പോലും ഇന്നും ആ കാര്യം ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ നടത്തിയ ഒരു കൊലപാതകമാണ്. അതിലെന്ത് പരാമർശം വന്നിട്ടുണ്ട് എന്നാണ് അറിയേണ്ടത്. അത് ഈ ജഡ്ജ് ഇതിന്റെ പൂർണ്ണഭാഗം കിട്ടിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. പ്രാഥമികമായി ഇപ്പോൾ പ്രധാനമായും ജഡ്ജി പറഞ്ഞത് 6 പ്രതികൾക്കും ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിക്കുന്നു എന്നാണ്. എന്തായാലും ഇപ്പോൾ ഇവരുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇപ്പോൾ അല്പസമയത്തിനകം ഇതിൽ പ്രതികരണം നമുക്ക് നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഈ പൂർണ്ണ ഭാഗം കിട്ടിയാൽ മാത്രമേ ഏതൊക്കെ പരാമർശങ്ങൾ കോടതി നടത്തിയിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കൂ. ഇതിൽ അങ്ങേറ്റം ക്രൂരമായി നടന്നൊരു കൊലപാതകമാണ്. പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. 2017 ഏപ്രിൽ 30-നാണ് ഈ സംഭവം നടന്നത്. ഇത്തരത്തിൽ മൈതാനത്തേക്ക് ഇയാളെ വിളിക്കുകയും അവിടെ നിന്നും ഇത്തരത്തിലൊരു കൊലപാതകം നടത്തുകയായിരുന്നു. മണലെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കം, അതിനുശേഷം അതുകൂടാതെ അബ്ദുൾ സലാം ഇതിൽ കേസിൽ 1-ാം പ്രതിയായ സിദ്ദിഖിന്റെ വീട്ടിലെത്തി തോക്ക് ചൂണ്ടി കുടുംബത്തെ ഭീഷണിപ്പെടുത്തി. ഇതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതും. അതോടൊപ്പം തന്നെ അബൂബക്കർ സിദ്ദിഖ് ഒരു കൊലപാതക കേസിലെ പ്രതിയാണ്. BJP നേതാവ് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. അതുകൂടാതെ കൊല്ലപ്പെട്ട അബ്ദുൾ സലാമും കൊലക്കേസിലെ പ്രതിയായിരുന്നു. കുമ്പള മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ മകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. അത് മണലെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഉണ്ടായ ഒരു കൊലപാതകം തന്നെയാണ്. ഇത്തരത്തിൽ വലിയ ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക, അതിനൊടുവിൽ അരുംകൊല, ഇതാണിപ്പോൾ ഇത്തരത്തിലൊരു വിധി വന്നിരിക്കുന്നത്. ജീവപര്യന്തം തടവും അതുപോലെ തന്നെ 1.5 ലക്ഷം രൂപ വീതം ഓരോ ആളുകളും ഈ കുടുംബത്തിൽ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾക്ക് കൂടി നൽകണം. ഇത്തരത്തിലൊരു വിധിയാണ് ഇപ്പോൾ അഡീഷണൽ സെഷൻസ് ജഡ്ജി പി പ്രിയ ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രോസിക്യൂഷൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ പരാമർശം ഇന്നും അദ്ദേഹം ഈ കോടതിയിൽ ഇന്ന് രാവിലെയും ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ അതിക്രൂരമായി നടന്നൊരു കൊലപാതകമാണ്. ഇത്തരത്തിൽ ഈ തല കഴുത്തറുത്തതിനു ശേഷം തല ഇത്തരത്തിൽ മൈതാനത്ത് തട്ടിക്കളിച്ചു, പന്ത് പോലെ തട്ടിക്കളിച്ചു എന്നാണ് അതിൽ വ്യക്തമാക്കിയത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പ്രോസിക്യൂട്ടർ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടാവും. ബൈജു, ഒരു കാര്യം കൂടി, രാവിലെ ഈ കേസ് പരിഗണിച്ചപ്പോൾ പ്രതികളോട് എന്തെങ്കിലും വിശദീകരണമുണ്ടോ എന്ന ചോദ്യം കോടതി ആരാഞ്ഞിരുന്നു. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം തന്നെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതുമാണ്. മറ്റെന്തെങ്കിലും നിരീക്ഷണം കോടതി നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല, അല്ലേ? അത് കോടതി വിധിയുടെ പകർപ്പ് കിട്ടുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ പകർപ്പ് കിട്ടിയാൽ മാത്രമേ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകൂ. അല്പസമയത്തിൽ തന്നെ അത് സംബന്ധിച്ച വിവരം കിട്ടും തന്നെ പ്രതീക്ഷിക്കുന്നു. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും നമുക്ക് വളരെ പൈശാചികമായ ഒരു കൊലപാതകമാണ്. അതിലാണ് സുപ്രധാനമായ കോടതി വിധി, കാസർഗോഡ് സെഷൻസ് കോടതി വിധി ഉണ്ടാവുന്നത്.